ഹലോ ഗൈസ്, ഗൾഫ് രാജ്യങ്ങളിലെ കഫ്റ്റീരിയയും ഗ്രോസറി ചെറിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ സ്വന്തമായി നടത്തുന്ന ആളുകളില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അവരോട് ആരും പറഞ്ഞു കൊടുക്കാത്ത, എന്നാൽ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ, അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. നമ്മൾ വലിയ ലൈസൻസ് ഫീസും വാടകയ്ക്ക് കൊടുത്ത് സ്വന്തം കുടുംബത്തെ വിട്ട് പിരിഞ്ഞ് ഗൾഫ് രാജ്യത്ത് പോയിട്ട് ബിസിനസ് നടത്തുമ്പോൾ എന്നും ഒരുപോലെ നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നതിനേക്കാൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കച്ചവടം ഉണ്ടാവുകയും നേരത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് നാട്ടിലേക്ക് പോരുകയും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടെ ബോണസായിട്ട് 2 ടിപ്പും കൂടി അവസാനം പറയാം. നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി, ഗ്രോസറികളിൽ, കഫ്റ്റീരിയകളിൽ, ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കച്ചവടം കൂട്ടാം, ഒരു ക്വാളിറ്റി ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആഴം മനസ്സിലാകുന്ന ഒരു അബദ്ധം, ഒരു ദിവസം ഒരു ഗ്രോസറിയിൽ കുറഞ്ഞത് 10 ആളെങ്കിലും ചില്ലറ ഇല്ലാത്തതിൻ്റെ പേരിൽ മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ 100ൻ്റെ നോട്ട് അല്ലെങ്കിൽ 200ൻ്റെ ദിർഹം നോട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില്ലറ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ സാധനം മേടിക്കാൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ ടൈപ്പിംഗ് സെൻറ്ററിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുക്കൻ ഗ്രോസറി ലൈസൻസ് പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു പോയിന്റ് കൂടി. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. ഒരു ദിവസം അയാൾ എണ്ണി നോക്കിയത്ര എത്ര ആൾക്കാരാണ് ചില്ലറില്ലാതെ മടങ്ങിപ്പോകുന്നതെന്ന്. ഒരു മാസത്തിൽ 100-ലധികം കസ്റ്റമേഴ്സ് ചില്ലറില്ലാത്തതിൻ്റെ പേര് മടങ്ങിപ്പോകുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. പല ആൾക്കാരും ഒരു പക്ഷേ നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കുക. അതിന് ടാക്സ് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തില്ല, നിങ്ങൾക്ക് കൂടി നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം നിങ്ങളുമായി പറയുക. അത് നിങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മെച്ചമുണ്ടാവും. ഈ ഒരു പ്രശ്നം, ചില്ലറില്ലാത്ത പ്രശ്നം സൂപ്പർ മാർക്കറ്റിലില്ല. അതുകൊണ്ട് തന്നെ ഗ്രോസറികളിൽ 1-2 തവണ പോയിട്ട് സാധനം കിട്ടാത്തൊരു കസ്റ്റമർ തീർച്ചയായിട്ടും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് അവൻ പോവുള്ളൂ. സൂപ്പർ മാർക്കറ്റ് വന്നതുകൊണ്ട് കച്ചവടം കുറയുന്നു എന്ന് വിലപിക്കുന്ന ഗ്രോസറിക്കാർ മനസ്സിലാക്കേണ്ടത്, സൂപ്പർ മാർക്കറ്റ് വന്നതിൻ്റെ പേരിൽ പൂട്ടി പോകുന്ന ഗ്രോസറികൾ കുറവാണ്. കാരണം സൂപ്പർ മാർക്കറ്റിനും ഗ്രോസറിക്കും 2 രീതിയിലുള്ള ബിസിനസ് നേച്ചറാണുള്ളത്, സ്വഭാവമാണുള്ളത്. സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരാൾ പോവുക, കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഫ്രീ ആയ സമയമുള്ള സമയത്ത് പോകുന്ന, കുടുംബവുമായിട്ടൊക്കെ പോകുന്നൊരു സംഭവം. ഗ്രോസറി അങ്ങനെയല്ല. മനുഷ്യന്മാരുടെ ക്വിക്ക് ആയിട്ടുള്ള നീഡ്, പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പെട്ടെന്നൊരു വെള്ളം മേടിക്കാൻ, അങ്ങനത്തെ ചില്ലറ വർക്കുകൾ, സാധനങ്ങൾ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് ആ സമയത്ത് ചില്ലറ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തം. നിങ്ങളൊന്നൊരു ആലോചിച്ച് നോക്കി നിങ്ങൾ ചെയ്യുന്ന ഒരു അബദ്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ, വലിയ സംഖ്യ ട്രേഡ് ലൈസൻസിൻ്റെ ഫീസ് കൊടുക്കുന്നു, വലിയ സംഖ്യ വാടക കൊടുക്കുന്നു, നമ്മുടെ സമയം മെനക്കെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ സാധനം മേടിക്കാൻ വേണ്ടി വരികയാണ്. ആ സാധനം നിങ്ങളെ കയ്യിലുണ്ട്, ഇല്ലാഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. പക്ഷെ ചില്ലറ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ കസ്റ്റമർ മടങ്ങിപ്പോവാണ്. അപ്പോൾ ഈ ചില്ലറ കരുതി വെച്ചാൽ എന്താ കുഴപ്പം? അത് ചെയ്യില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബിസിനസ്സിൽ കറണ്ട് ബില്ല് എടുക്കുക, സാലറി കൊടുക്കുക, നെറ്റിൻ്റെ പൈസ കൊടുക്കുക, ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചില്ലറാക്കി വെക്കുക എന്നുള്ളത്. നിങ്ങൾ ഓരോ ഏരിയയിലും ബാങ്കുകൾ ഉണ്ടാവും. എല്ലാ ബാങ്ക് അല്ലെങ്കിൽ ചില ബാങ്കുകളെങ്കിൽ ഇപ്പോൾ റാസൽ ഖൈമിലെ റാക്ക് ബാങ്ക് പോലുള്ള ചില നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ചെന്നാൽ അവർ ചില്ലറ തരും. 1000 ദിർഹംസ് കൊടുത്താൽ 1000 ദിർഹംസിന് 50ൻ്റെ, 20ൻ്റെ, 10ൻ്റെ, 5ൻ്റെ, 1 ദിർഹമിൻ്റെ കോയിൻസ് വരെ തരും. അങ്ങനെ ചില്ലറാക്കി വെക്കണം. അതുപോലെ പറ്റുമെങ്കിൽ ചില്ലറക്ക് വരുന്ന ക്ലയൻസ് ഇല്ലേ, നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആളാണെങ്കിൽ അയാൾക്ക് ചില്ലറയും കൊടുക്കാൻ മാത്രം ചില്ലറങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടാവും. നമുക്ക് എപ്പോഴും ആളുകളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം മേടിക്കുമ്പോഴുള്ള തൃപ്തി മാത്രമല്ല, അവരായിട്ടുള്ളൊരു ഇടപാടാണ്. ഞാൻ അറിയുന്നൊരു ഗ്രോസറിക്കാരുണ്ട്. അയാളുടെ അടുത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ദിവസം 200 ദിർഹമിൻ്റെ നോട്ടായിട്ട് ചെന്നുകാട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരത്തിനിടയിൽ വേറെ എന്തോ വിഷയത്തിന് തന്നാണ്, ലൈസൻസുമായി ബന്ധപ്പെട്ട. ഞാൻ പിന്നെ വരെ എനിക്ക് ചെറിയ സാധനം വേണം. എന്താ മോനെ, 200ൻ്റെ നോട്ടാണ്, എനിക്ക് ചെറിയൊരു സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറയും, എന്താ മോനെ കുഴപ്പം, പൈസ കൊണ്ടോ, ഞാൻ ചില്ലറ തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളടുത്ത് എങ്ങനെ ചില്ലറ? ഭായി, നിങ്ങൾ ഗ്രോസറിക്കാരെ പറ്റിയൊരു ധാരണ ഉണ്ട്, ഞങ്ങൾ ചില്ലറ ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഇത്ര ഒരു നിശ്ചിത തുകക്ക് ഞാൻ ചില്ലറാക്കി വെക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരാൾ പോലും ചില്ലറില്ലാത്തതിന് പേരും മടങ്ങിപ്പോയിട്ടില്ല എന്ന് പറയും. എങ്ങനെയുണ്ട് എന്ന് ആലോചിച്ചോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ ഒരു നിലക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്ക്, എത്ര ആൾക്കാർ ചില്ലറില്ലാത്തതിന് പേര് മടങ്ങിപ്പോകുന്നു. ഇതൊന്നും ആരും പൊതുവെ ഡിസ്കസ് പോലും ചെയ്യണില്ല.
മാത്രമല്ല രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ചില്ലറ ആക്കുന്നതോടൊപ്പം പ്രധാനമാണ് സ്വഭാവം. നല്ല സ്വഭാവം കാര്യങ്ങൾ കഫ്റ്റീരിയയിൽ ഉള്ള ആളുകൾ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കഫ്റ്റീരിയയിൽ റെസ്റ്റോറൻറ്റൊക്കെ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. മാത്രമല്ല മുതലാളിമാർ സ്ഥാപനം ഉണ്ടാക്കിയിട്ടിട്ട് ഇങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങളെ തൊഴിലാളികൾ സ്റ്റാഫുകളുമായി എങ്ങനെയാണ് കസ്റ്റമേഴ്സുമായി എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കണം. ഒരു താല്പര്യമില്ലാത്ത പോലെ ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുന്ന് ആരും കഴിക്കാൻ തോന്നില്ല. ഇനി ഒരിട്ടം വന്നാലും പിന്നെ വരില്ല. അപ്പോൾ സ്റ്റാഫിന് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. 2 ലക്ഷത്തിന് മേലെ ആൾക്കാർ ആ വീഡിയോ കണ്ടു. കഫ്റ്റീരിയ എങ്ങനെ ലാഭകരമാക്കാവുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കമൻറ്റ് ഞാനതിൽ പറഞ്ഞിരുന്നു. അതായത് ചായ കൊടുക്കുമ്പോൾ ചിരിക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ താഴെ ഒരുപാട് ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കഫ്റ്റീരിയക്കാർ എങ്ങനെ ചിരിക്കാനാണ് ബായ്, അവിടെ ദുരിതമാണ്, അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. കഫ്റ്റീരിയയിൽ തൊഴിലാളികൾക്ക് കഫ്റ്റീരിയയിൽ കൊടുക്കുന്നൊരു സാലറി ഉണ്ട്. ആ സാലറി അത് കഫ്റ്റീരിയ കിട്ടുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഫ്റ്റീരിയയിൽ വരുന്ന അധികം ആളുകൾക്കും വിദ്യാഭ്യാസപരമായിട്ട് അത്ര ഇല്ലാത്ത ആളുകളായിരിക്കും അവിടെ വരിക. അപ്പോൾ അവർ ഒരു 1-2 കൊല്ലം എക്സ്പീരിയൻസ് ആക്കി ഭാഷ പഠിക്കാനും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കഫ്റ്റീരിയ എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സാലറി കഷ്ടപ്പാടും കാര്യങ്ങളുണ്ടാവും. പഠിപ്പില്ലാത്തതുകൊണ്ടല്ല നമ്മൾ അവിടെ നിൽക്കേണ്ടത്. പഠിപ്പുണ്ടെങ്കിൽ മാനേജറായിട്ടോ അക്കൗണ്ടൻ്റായിട്ടോ പോയി കൂടെ. അതാണ് എൻ്റെ റിയാലിറ്റി. ഞാൻ പറയുമ്പോൾ അവർക്ക് വിഷമാവും. പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് പഠിപ്പിനനുസരിച്ച് ജോലി നമ്മൾ കിട്ടും. അപ്പോൾ ആ ചെയ്യുന്ന ജോലി നമ്മൾ നല്ല സന്തോഷത്തിൽ ചെയ്താൽ നമുക്കൊരു വർക്കത്തുണ്ടാവും, ഉയർന്നു പോകാൻ പറ്റും. നേരെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ കഫ്റ്റീരിയയിലൊക്കെ ശമ്പളം കൊടുക്കാത്ത മുതലാളിമാരുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമാണ്. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ കറക്റ്റ് ശമ്പളം കൊടുക്കാതിരിക്കുക, കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെയൊന്നും ചെയ്യരുത്. പരമാവധി ശമ്പളം കൊടുക്കുക. ശമ്പളം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെ പിരിച്ചിട്ടുകാണ്ട് ബിസിനസ് അതായത് എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട സംഭവമല്ല ശമ്പളം. നെറ്റിൻ്റെ പൈസയും വാടകയും അർബാവിൻ്റെ കഫാലത്തെ കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട പൈസ അല്ല ശമ്പളം. അത് ഈ നെറ്റ് പോലെ കഫാലത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയമാണ് മക്കളെ. സാലറി കൊടുക്കുക എന്നുള്ളതാണ് എല്ലായിടത്തുള്ള പ്രത്യേകത. അങ്ങനെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും ശമ്പളം കൊടുക്കണം. പക്ഷെ അവരൊന്നും മാറിക്കല്ല. കഫ്റ്റീരിയയിലെ ആളുകൾക്ക് എന്തെങ്കിലും തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ നേരെ കസ്റ്റമറോട് കാണിക്കുക. അപ്പോൾ ആ കച്ചവടം സ്വാഭാവികമായിട്ട് കുറയും. പല സ്ഥാപനങ്ങളും അങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുന്ന വിഷയം കഫ്റ്റീരിയ ആവട്ടെ ഗ്രോസറി ആവട്ടെ ചില്ലറ നമ്മൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. പിന്നെ സ്വഭാവത്തിൽ പേരും അത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷേ ചില്ലറയുടെ വിഷയം അധികം ആൾക്കാരും പറയാറില്ല. സ്വഭാവത്തിൻ്റെ കാര്യം എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് വേറെ വിഷയം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ലറ ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾക്കാർ മടങ്ങിപ്പോകുന്നത് പോലെ തന്നെ മടങ്ങിപ്പോകുന്ന മറ്റൊരു കേസാണ് കാർഡ് പേയ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ മടങ്ങിപ്പോവുക എന്നുള്ളത്. ഈ കാർഡ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, കടക്കാരൊക്കെ വിചാരിച്ചിട്ടുള്ളത് കാർഡ് പേയ്മെൻറ്റ് നമ്മൾ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ സർക്കാർ അറിയും, ടാക്സ് കൊടുക്കേണ്ടി വരും, പ്രശ്നമാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന്. രണ്ടാമത്, ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വലിയ പൈസ ആവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ഈ കാർഡുമായി ബന്ധപ്പെട്ട് മൂന്നാമത് ആളുകൾ കരുതുന്ന ഒരു പ്രശ്നം തരാം. ഈ പൈസ വരണമെങ്കിൽ കുറേ ടൈം എടുക്കും. കമ്മീഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ബാങ്ക് തിരിച്ച് വരണമെങ്കിൽ കുറേ ടൈം എടുക്കുന്ന. നമ്മളൊരു കാര്യം അറിയോ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ബിസിനസ് ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി അതൊക്കെ ഭയങ്കര ചൊറയാണ് ചിന്തിച്ച് അതിനനുസരിച്ച് ചൊറയിക്കാരും. നേരെ മറിച്ച് എത്രയോ ആൾക്കാർ ഈ സംഗതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത്ര മാത്രം ചെയ്താൽ മതി. 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങളെ സുഹൃത്തുക്കളോ പരിചയക്കാരെങ്കിലും കഫ്റ്റീരിയ ഗ്രോസറിയിലൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കാർഡ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് കിട്ടിയത് നോക്കുക. കുറഞ്ഞ പൈസക്കൊക്കെ അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. മാത്രമല്ല, ഇൻ കേസ് ഇനി ടാക്സ് കൊടുക്കേണ്ടി വന്നു നോക്കുക. ടാക്സ് കൊടുക്കണം. അപ്പോൾ അത്രയും കച്ചവടം ഉള്ളതുകൊണ്ടല്ലേ ടാക്സ് കൊടുക്കുന്നത്. മനസ്സിലായ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വിചാരിച്ചാണ് ഒഴിഞ്ഞു മാറുന്നില്ല. ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതലിവിടെ പറയുന്നില്ല. കാർഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് വ്യക്തമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ കാർഡ് സംവിധാനം ഉണ്ടാക്കുക. അത് എന്തോ വലിയ സംഭവം വെച്ചിട്ട് അതിന് ഒഴിഞ്ഞ് നിൽക്കില്ല. അതിനെക്കുറിച്ച് പഠിക്കുക, അതുണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ റാസൽ ഹൈമി തന്നെ ഒരു പുതിയതായി തുടങ്ങിയ ഗ്രോസറിയിൽ അങ്ങനെ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പരിചയപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ ഈ ബിസിനസ് പരമായിട്ടും ബിസിനസ് സെറ്റപ്പുമായി ബന്ധപ്പെട്ട സർവീസൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുതിയ കട കാണുമ്പോൾ ഞങ്ങൾ പുതിയ വന്നതാണോ എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടുത്തെ ആ ചെറുക്കം പറയാണ്, കാർഡില്ലാത്തതിന് പേരിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഡെയിലി മടങ്ങി പോകുന്നുണ്ട്. മുതലാളി കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല. അബദ്ധമാണ് മക്കളെ, അബദ്ധമാണ്. റാസൽ ഹൈമി തന്നെ ഞാൻ അറിയുന്നൊരു കഫ്റ്റീരിയ എനിക്കറിയാം, റെസ്റ്റോറൻറ്റ് 1.5 ദിർഹമിൻ്റെ ചാർജ് ചായക്ക് പോലും അവർ കാർഡ് അടിക്കും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് ഒരു ദിവസം? അപ്പോൾ നല്ല കച്ചവടമുണ്ട്. അപ്പോൾ ഒരു എല്ലാ പിന്നെ ട്രാൻസാക്ഷനും കൂടി സർവീസ് ചാർജായിട്ട് ആകെ ചിലപ്പോൾ ഒരു 10 ചായൻ്റെ കായ് കൊടുക്കേണ്ടിയിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ തീരെ ചായ തന്നെ ആൾക്കാരെ വാങ്ങാതെ പോകുന്നതിനേക്കാളും നല്ലത് ആ ചായ മേടിക്കുന്നതാണ്.
ഞാൻ പറയുന്നത് കുറച്ചും കൂടി അങ്ങനെയൊക്കെ ചിന്തിക്കും മക്കളെ. ചുമ്മാ ഇങ്ങനെ ഈച്ചിനാട്ടി കുത്തിടന്ന് കുടുംബം നാട്ടിൽ അവിടെ കാലം കഴിച്ചിട്ട് കാര്യമില്ല. യുവാക്കളെ ആൾക്കാരൊക്കെ ഇതൊന്നും അറിയാതെ ചുമ്മാ കടയും വെച്ച് തുറന്നിരുന്നിട്ട് ആൾക്കാർ വന്ന് സാധനം മേടിച്ച് കച്ചവടമാവും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് മാറണം. ട്രെൻഡ് അനുസരിച്ച് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചില്ലറ വിഷയം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, വലിയ സംഭവമാണ്. രണ്ടാമത് കാർഡ് പേയ്മെൻറ്റിൻ്റെ വിഷയം. കാർഡ് പേയ്മെൻറ്റ് ഫെസിലിറ്റി സംവിധാനങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കച്ചവടം കൂടുന്നങ്ങൾ കണ്ടു നോക്കുക, അത്ഭുതപ്പെടും. മൂന്നാമത്, നിങ്ങളുടെ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഒരു കണക്ക് കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് ഈ POS മെഷീൻ സംവിധാനം ഉള്ള ആൾക്കാർ പോലും അത് യൂസ് ചെയ്യാത്ത ഞാൻ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു മാസത്തിൽ എത്ര കച്ചവടം വന്നു പോയി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ മെഷീൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തൃപ്തിഭാവും. നമ്മൾ കണക്ക് എഴുതാൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. പല സ്ഥാപനങ്ങളിൽ കണക്കൊന്നുമില്ല, എത്ര വന്നു പോയി, വരുന്നുണ്ട് പോകുന്നുണ്ട്, അങ്ങനെയല്ല. പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, വരവ്, ചിലവ്, ഇതൊക്കെ ഈ POS മെഷീൻ എന്ത് ചെയ്യുക, ഇതും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങൾ വേണമെന്ന് വിചാരിച്ച അതിൻ്റെ ആളുകളൊക്കെ നിങ്ങളുടെ അടുത്തെത്തും. POS മെഷീൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല പോസ് വെക്കേണ്ടത്, ചെറുകിട സ്ഥാപനങ്ങളിലും വെക്കുക. അപ്പോൾ കണക്കും കാര്യങ്ങളും കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടൊരു കച്ചവടം കാര്യം, ഒരു വർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണക്ക്, വരവ്, ചിലവ് എഴുതി വെക്കാൻ നിന്നാൽ തന്നെ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് POS മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കുക. നാലാമതായിട്ട് ഞാൻ പറയുന്ന ഒരു ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്, പല കടകൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി വാരി വലിച്ചിട്ട് പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളിങ്ങനെ നോക്കുക, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ഥാപനം ഒന്ന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഗ്ലാസ് കാര്യങ്ങളൊക്കെ തുടച്ച്. അത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന നാട്ടിൽ ഒരു കുടുംബക്കാർ, ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനോട് ഇപ്പാനോടൊക്കെ ചോദിക്കുക, നിങ്ങളെ കടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക, ഗ്ലാസ്സൊക്കെ തുടക്കുക, ബോർഡ് തുടക്കുക. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരും. പല ഗ്രോസറിക്കാർക്കും കച്ചവടം ഇല്ലഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാലം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ കച്ചവടം വിചാരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ അടുത്തുള്ള ഏരിയയിലൊക്കെ ഫ്ലാറ്റുകളിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കാവുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, ചെറിയ സ്റ്റിക്കർ, അതിങ്ങനെ സപ്ലൈ ചെയ്യുക. അവരുടെ പറ്റുന്നിടത്തൊക്കെ അത് ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഏരിയയിലുള്ള ഫ്ലാറ്റുകളിൽ എത്ര ആൾക്കാരുണ്ട് അവരെ കണക്കെടുത്ത് അവരെങ്കിലും നിങ്ങളെ ക്ലയൻ്റ് ആയിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക. ആ വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഹായ് എന്ന് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധനം വേണോ ചോദിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചാടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ നല്ല കച്ചവടം ഉണ്ട്. അല്ലാത്തവരൊക്കെ ഈച്ചനെ ആട്ടാൻ ഒരു ഈച്ച പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയുണ്ട്. ഓക്കെ, ഇതൊക്കെ ബിസിനസ്സിൻ്റെ ബേസിക്കാണ്. നമ്മളെങ്ങനെയാണോ അതിനനുസരിച്ച് കാര്യം നമ്മളെ കച്ചവടം, നമ്മളെ ബന്ധപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ, പ്രത്യേകിച്ച് അതിരാവിലെ തുറക്കുന്ന കഫ്റ്റീരിയകളൊക്കെ ഇല്ലേ, കഫ്റ്റീരിയകളുമായി ബന്ധപ്പെട്ട് എനിക്ക് എപ്പോഴും സങ്കടമുള്ള ഒരു കാര്യം വെച്ചെങ്കിൽ, ഞാനിങ്ങനെ നെഹയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഏരിയ കൂടെ പോകും. അവിടെയൊക്കെ ഞാൻ ഇവർക്കൊരു കഫ്റ്റീരിയ ഉണ്ട് ഓൾറെഡി. അവർ രാവിലെ തുറക്കുകയാണെങ്കിൽ ഒരു ചായ അവിടുന്ന് കുടിക്കായിരുന്നു ഞാൻ ചിന്തിക്കും. പക്ഷേ തുറക്കില്ല, ഒരു 9 മണിക്കാണ് തുറക്കുക. ബൈ, നിങ്ങളുടെ കടയിൽ ഒരു 3-4 ആൾക്കാരുണ്ടെങ്കിൽ ഒരാളല്ലെങ്കിൽ 2 ആളെങ്കിലും രാവിലെ വരാൻ വേണ്ടി പറയാം. ഒരു 5 മണിക്ക് അല്ലെങ്കിൽ സുബിസ്കരിച്ച ഉടനെ അവരൊരു ചായയും ഒരു സാൻഡ്വിച്ചും മാത്രം വെക്കുക. എല്ലാം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിക്കോണമെന്നില്ല. അവർ ചായ ഉണ്ട്, കടിയിട്ട് എന്താണുള്ളത്, ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് സാൻഡ്വിച്ച് ഉണ്ട്. ഈ 2 സംഭവം മാത്രം വെക്കുക. രാവിലത്തെ ചായൻ്റെ പൈസ നിങ്ങൾ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചായക്കാർ വരും, ആൾക്കാർ വരും, കുടിക്കും. രണ്ടാമത് ചായയുമായി ബന്ധപ്പെട്ട തന്നെ വിഷയമുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ചായ, ഇതിൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാ ഗ്രോസറിക്കാരും കഫ്റ്റീരിയക്കാരും, ഗ്രോസറിൻ്റെ അടുത്തൊരു കഫ്റ്റീരിയ ഏതായാലും ഉണ്ടാവും, നിങ്ങൾ അപ്പുറത്തെ കഫ്റ്റീരിയക്കാരനോട് പോയി പറയാം, മോനെ, അതായത് കഫ്റ്റീരിയയിൽ കൊടുക്കുന്ന ചായ അല്ലേ, ഞാൻ സത്യം പറഞ്ഞ ചായ പ്രേമിയാണ്. ഞാനിവിടെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് എല്ലാ എമറേറ്റിലുള്ള ചായക്കടയിലൊക്കെ നിർത്തി ചായ കുടിക്കും. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, ഇപ്പം പിന്നെ അങ്ങനെ കറങ്ങാൻ സമയമില്ല. ആ ചായ കുടിക്കും. ഓക്കെ ആണെങ്കിൽ അവരോട് തന്നെ പറയും ചായ ഓക്കെ. പറ്റുമെങ്കിൽ നല്ല ചായ ഇഷ്ടപ്പെട്ട ഞാൻ അവരൊരു വീഡിയോ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഇടും ചെയ്യും. റാസൽ ഹൈമിലെ ഒരു റെസ്റ്റോറൻറ്റ് ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് മാഷാഅല്ലാഹ് ഭയങ്കര കച്ചവടം ഉണ്ടായി അവർക്ക്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 10-27,000 ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ടിക്ടോക്കിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പിന്നെ ഞാൻ നിർത്തി, നമുക്ക് എല്ലാം കൂടി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. 10-60,000 ഫോളോവേഴ്സുള്ള ടിക്ടോക്കിൽ ഞാൻ ചായപ്പൊടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വ്യത്യാസം ചായ കുടിക്കാൻ വന്നു പറഞ്ഞു. അതായത് ഈ ചായ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കലക്കി കൊടുത്ത ആൾക്കാർ ഒരിട്ടം കുടിക്കും, പിന്നെ വരില്ല. നേരെ വെച്ച് നല്ല ചായ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റാസ്ലൈം നെഹീലിൽ ഫിഷ് മാർക്കറ്റ് പോകണ അവിടെ ഒരു കട ഉണ്ട്, ചായക്കട. ഞാൻ എത്ര കാലമായി മാഷാഅല്ലാഹ് അവിടെ പോയി. ചില സമയത്ത് ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോയി ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരും. കാരണം എന്താണ്, അത്രയും നല്ല ചായ അവിടെ കിട്ടും. ഞാൻ പേര് പറയുന്നില്ല. സോ
ഇതാണ് അവസ്ഥ. നല്ല നിങ്ങൾ ചായ എന്ത് ചെയ്യുക, നിങ്ങൾ ആൾക്കാരോട് ചോദിക്കുക ചായ എങ്ങനെയുണ്ട് മോനെ, ചായ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും ആൾക്കാർ. നിങ്ങൾ ചായ നിങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കുക. ഇന്നും ഒരേ ടേസ്റ്റ് അല്ല, ഓവർ മധുരം, ഓവർ പൊടി കലക്കി, അങ്ങനെയല്ല. നല്ല രീതിയിൽ ചായ കൊടുത്തു നോക്കൂ, കറക്റ്റ് ചായ തന്നെ കൊടുത്തു നോക്കൂ. പിന്നെ പല ആളുകളും ഈ ചായൻ്റെ നല്ല ചായ കച്ചവടം ഉണ്ടെങ്കിൽ, നല്ല കച്ചവടമുള്ള ഏരിയ ആണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, വെറും അഭിപ്രായം മാത്രം വിവാദം ഉണ്ടാക്കരുത്. UAE നല്ല ചായ, അത്യാവശ്യം നല്ല കച്ചവടം ചായ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചായൻ്റെ പൈസ 1.5 ആക്കി വെക്കുക. ചായൻ്റെ ആൾക്കാർ കുടിക്കുന്ന എണ്ണം കൂടും. ഇപ്പോൾ 2 ദിർഹം ആയതുകൊണ്ട് ചില ആൾക്കാർ കുടിക്കാത്ത. പക്ഷേ UAE കാര്യം പറഞ്ഞു, ഞങ്ങളുടെ റാസൽ ഖൈമിലൊക്കെ 1.5 ചായ കൊടുക്കുന്ന കിടക്കാറുണ്ട്. അവിടെ നല്ല കച്ചവടമുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിന്തിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ എന്നും ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഇരിക്കാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചവടം ഉണ്ടാവും, രക്ഷപ്പെടും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ്, പ്രത്യേകിച്ച് നാട്ടിൽ ഇവിടെ കഫ്റ്റീരിയ ഗ്രോസറി നടത്തുന്ന ആൾക്കാർ, നാട്ടിലെ കുടുംബക്കാർ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയോ, ഇവിടെ ഗ്രോസറി കഫ്റ്റീരിയയിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ചെക്കന്മാരില്ലേ, അവർ ഇവിടെ വണ്ടി ഓടിക്കുന്നത് ബൈക്ക്, സ്കൂട്ടർ ഒക്കെ ഓടിക്കും. ഈ രാത്രി കാലങ്ങളിൽ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആൾക്കാർ കാറും അതൊക്കെ ലോറിയൊക്കെ ഇടിച്ചുകൊണ്ട് അപകടത്തിൽ മരിക്കുന്ന ഒരുപാട് കേസുണ്ട്. നമുക്ക് ആകെയുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ പുറത്ത് ഒരു റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഒട്ടിക്കുക. ആ സ്റ്റിക്കർ ഒട്ടിക്കുക. അതുപോലെ പറ്റ ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ ഈ റിഫ്ലക്റ്ററുള്ള ഒരു കുപ്പായത്തിന് മേലെ കൂടി ബെൽറ്റ് ഇടാൻ കിട്ടും, അതും കൂടി മേടിക്കുക. നിങ്ങൾ തൊഴിലാളികളോട് നിർബന്ധമായി ഇടാൻ വേണ്ടി പറയാം. കാരണം എന്താ പറയുക, ഈ കഴിഞ്ഞ പെരുന്നാളില്ലാത്ത അതിന് മുന്നത്തെ ചെറിയ പെരുന്നാൾ അബുദാബിയിൽ ഇതുപോലെ ഒരു ചങ്ങായി സുഹൃത്ത് മരിച്ചു. ഇങ്ങനെ ഡെലിവറി പോയി രാത്രിയിൽ. കാരണം പല ആൾക്കാർ മൊബൈലൊക്കെ കയറി ആൾക്കാർ വണ്ടി ഓടിക്കും. ഇടിച്ചു ആ ചങ്ങായി മരിച്ചു, പാവണം, അള്ളാഹു മഗ്ഫിർലഹു. ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിൻ്റെ പുറത്ത് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബം അനാഥമാകുമായിരുന്നില്ല. ഇനി ചെക്കന്മാർ, പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച് സേഫ്റ്റി വിഷയത്തിൽ നമുക്കാരും ക്ലാസ് എടുത്ത് തന്നിട്ടില്ല. അതാണ് മെയിൻ പ്രോബ്ലം. നിങ്ങൾ ഫിലിപ്പിനുകളെയും മറ്റുള്ള ആൾക്കാരൊക്കെ നോക്ക്, അവർ സൈക്കിൾമാരാണെങ്കിൽ പോലും ആ ഹെൽമെറ്റും സേഫ്റ്റി ജാക്കറ്റും ഇടാതെ പോവില്ല. അവരത് പൊട്ടത്തരം, അങ്ങനെ പോണത് ആത്മഹത്യാപരമാണ് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. നമ്മളെന്താണ്, നമ്മുടെ നാട്ടിൽ വൈക്കമില്ല 100-120 സ്പീഡ് പോണത് ഹെൽമെറ്റ് പോലും ഇടാതാണ്. 100-120 പോകണ്ട, വെറും 20 സ്പീഡ് പോയ ബൈക്കിൻ്റെ മുന്നിലേക്ക് പൂച്ച ചാടി ബൈക്ക് മറിഞ്ഞ ആൾ സ്പോട്ടിൽ മരിക്കും. സ്പോട്ടിൽ മരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, സ്പോട്ടിൽ മരിക്കും. രണ്ടത്താണിക്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കുറച്ച് മാസമായിട്ട്. ഒരു പൂച്ച എവിടുന്നോ വന്നു. ആ പൂച്ച ബൈക്കിൻ്റെ മുന്നിൽ ചാടുന്നതിന് മുന്നേ ഒരു നായി ചാടിയപ്പോൾ ഈ ചെക്കൻ ബൈക്ക് സ്പീഡ് കുറച്ച് ഒരു പൂച്ച എവിടുന്ന് വന്നു എന്നറിയില്ല. ഞാൻ ഈ വീഡിയോ പോലും കാണുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂച്ച എവിടുന്ന് വന്ന മാതിരി പൂച്ചേൻ്റെ മേലെ കൂടെ ബൈക്ക് മറിഞ്ഞിട്ട് വീണ് ചങ്ങായി നിലത്ത് വീണ് സ്പോട്ടിൽ മരിച്ചു. അതാണ് 20 സ്പീഡിലാണെങ്കിൽ പോലും ഹെൽമെറ്റ് ഇടാത്ത ആൾ ബൈക്ക് ഒന്ന് വീണാൽ മരിക്കും. മനസ്സിലായി? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറേ ആൾക്കാർ അങ്ങനെ മരിച്ച് പോകാനുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്ര പറഞ്ഞാലും ഹെൽമെറ്റ് ഇടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ NH 666 വന്നു കഴിഞ്ഞാൽ നിയമം ലംഘിക്കാത്തവരൊക്കെ സ്പോട്ടിൽ തീരും. കാരണം എന്താ, അവിടെ പിന്നെ AI ക്യാമറ ഒന്നുമില്ല, സ്പീഡിൽ പോണ വണ്ടിയാണ്. നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വണ്ടി ഇടിക്കും. ഇവിടെ കായ് വരണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ വരും ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴത്തെ വളരെ പോക്കണം. നമുക്ക് UAE എന്ത് ചെയ്യുക, ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് ക്വാളിറ്റി ലൈഫ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ചെയ്യും ആൾക്കാർ. ഇപ്പം ഞാൻ ടിക്ടോക്കിലൊക്കെ പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ആളുകൾ അതുപോലെ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് എടുക്കങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയാറുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ അതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, ഗൾഫിൽ ഉഴന്ന് നടക്കുന്ന ആളുകളെ പറ്റി. എത്ര ആൾക്കാരാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്, ഞങ്ങൾ കണ്ണ് തുറപ്പിച്ചു. ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് പറയല്ല, ഇതൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരില്ല, അതാണ് പ്രശ്നം. പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലായാൽ അവർ അതനുസരിച്ച് മാറും. അതുകൊണ്ട് ഞാൻ പറയുന്ന മക്കളെ, ഇങ്ങനെ ഒന്നല്ല, നമുക്ക് ക്വാളിറ്റി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഒറ്റ ലൈഫല്ലേ. അതെന്തിനാണ് ഇങ്ങനെ ഈ സ്റ്റിക്കറിൻ്റെ വിഷയത്തിൽ മുതലാളിമാരെന്ത് ചെയ്യുക, നിങ്ങളെല്ലാ ബൈക്കിൻ്റെ പുറത്തും ഇന്ന് തന്നെ ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെ പുറത്ത് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒട്ടിക്കുക. അതിനാകെ 10-20 ദിർഹംസേ ഉള്ളൂ. ഒട്ടി കഴിഞ്ഞ് രാത്രി പോണ ഈ ചെക്കന്മാരെ ബൈക്കുമ്പോഴൊക്കെ വേറെ വണ്ടികൾ ഇടിക്കണം ഒഴിവാക്കാൻ പറ്റും. എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവരുടെ ബിസിനസ്സിലും പഠിച്ചവൻ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.